പൊതുലോകത്ത് ഫാഷൻ എന്നത് എല്ലാവർക്കും ഭ്രമമാണല്ലോ. അത് വസ്ത്രമായാലും മാസ്ക് ആയാലും കാലത്തെ അതിജീവിക്കുന്നതിന് മുഖാവരണം ധരിക്കുന്നത് ഇന്ന് അനിവാര്യമാണല്ലോ. എങ്കിൽ നമുക്കിത് സ്വന്തമായി നിർമ്മിച്ചാലോ? അതും കൈത്തുന്നൽ ഉപയോഗിച്ച്. തയ്യൽ മെഷീൻ ഉപയോഗിച്ചും ഇതേ രീതിയിൽ ചെയ്യാം. ഇതിനായി നമുക്കാദ്യം 25 സെൻറ്റിമീറ്റർ നീളവും 16 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പേപ്പർ വെട്ടിയെടുക്കുക. ഇതേ അളവിൽ തന്നെ നമ്മുടെ തുണിയും വെട്ടിയെടുക്കാം. ഇനി നേരത്തെ വെട്ടിയെടുത്ത പേപ്പർ രണ്ടായി മടക്കി ഒന്നുകൂടി മടക്കിയെടുക്കുക. മടക്ക് വരുന്ന വശത്ത് 3.5 സെൻറ്റിമീറ്ററും താഴെ ഭാഗത്ത് 3 സെൻറ്റിമീറ്ററും അടയാളപ്പെടുത്തുക. ഇനി ഇതിനെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് 3.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയ ഭാഗത്ത് അതിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. അതുപോലെ തന്നെ മുകൾ വശത്തും 3.5 നിന്നും 3 സെൻറ്റിമീറ്ററിലേക്കും ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഇതേ ആകൃതിയിൽ തന്നെ വെട്ടിയെടുക്കാം. നമുക്ക് ഇങ്ങനെയൊരു ഷേപ്പ് കിട്ടും. ഇത് രണ്ടായിട്ടാണ് ഉണ്ടാവുക. ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് തുണിയിൽ മുറിച്ചെടുക്കാം. ഇതിനെ ആദ്യം തുണി രണ്ടായി മടക്കി ഒന്നുകൂടി മടക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പാറ്റേൺ അതിൻ്റെ മടക്ക് വരുന്ന വശത്ത് റൗണ്ട് ഷേപ്പിലുള്ള ഭാഗം വയ്ക്കുക. ഇനി അതേ രീതിയിൽ തന്നെ വരച്ചെടുക്കുക. ഇങ്ങനെ വരച്ചതിൽ കൂടി നമുക്കിനി മുറിച്ചെടുക്കാം. ഇങ്ങനെ 2 പീസാണ് കിട്ടുക. ഇനി ഇതിനെ മടക്കി ഇതിനെ ഓരോന്നും വേറെ വേറെ മടക്കി അതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കാം. നമ്മളിവിടെ ഇന്ന് കൈത്തുന്നൽ ഉപയോഗിച്ചാണ് മാസ്ക് നിർമ്മിക്കാൻ പോകുന്നത്. അതിനായി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വെളുത്ത നൂല് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇതിനായി ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണിയുടെ അറ്റത്തുനിന്ന് കുറച്ച് മുന്നോട്ടേക്കായി സൂചി കുത്തി പിറകിലേക്ക് വന്ന് പിന്നീട് നേരത്തെ തുന്നിയതിൻ്റെ കുറച്ച് മുന്നോട്ടേക്കായിട്ട് സൂചി എടുക്കുക. അതാദ്യം തിരിച്ച് പുറകിലോട്ട് നേരത്തെ തുന്നിയതിൻ്റെ അതേ ഹോളിൽ തന്നെ കുത്തി തിരിച്ച് മുന്നോട്ടേക്ക് എടുക്കുക. ഇതേ രീതിയിൽ തന്നെ ആദ്യം പിറകിലേക്ക് കുത്തി മുന്നോട്ടേക്ക് എടുക്കുക.
ഇതേ രീതിയിൽ ഇത് രണ്ടും ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇത് രണ്ടും ചെയ്തെടുത്തിരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ രണ്ട് നല്ല വശങ്ങളും ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം അടിയിലൂടെയും മുകളിലൂടെയും സ്റ്റിച്ചിട്ട് കൊടുക്കാം. അതിനായി നേരത്തെ ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് കുത്തി പുറകിലേക്കെടുത്ത് തിരിച്ചാദ്യം മുന്നോട്ടേക്ക് കുത്തുക. ഒരു വശം നമ്മൾ ചെയ്തിരിക്കുന്നു. ഇനി താഴ്വശവും അതേ രീതിയിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ രണ്ട് വശവും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ തിരിച്ചിടാം. ഇതിപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലായി എലാസ്റ്റിക് വയ്ക്കാം. എലാസ്റ്റിക് വയ്ക്കുന്നതിന് മുന്നേ രണ്ട് സൈഡും ഉള്ളിലേക്ക് മടക്കിയെടുക്കുക. ഇനി 14 സെൻറ്റിമീറ്റർ നീളമുള്ള എലാസ്റ്റിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എലാസ്റ്റിക് വയ്ക്കുന്നതിനായി അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കുക. കടത്തി വച്ചതിന് ശേഷം നേരത്തെ തുന്നിയതുപോലെ തന്നെ തുന്നുക. ഇപ്പോൾ നമ്മൾ ഒരു വശം ചെയ്തു. ഇനി മറ്റേ വശവും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാസ്ക് റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള മാസ്ക് തയ്യാറാക്കുമല്ലോ. നിങ്ങൾക്ക് പല നിറത്തിലും വലിപ്പത്തിലുമുള്ള മാസ്കുകൾ തയ്യാറാക്കാം.